പെട്ടെന്ന് കീമിൽ ഒരു 4 മാർക്ക് കൂട്ടാൻ പറ്റുമോ നോക്കി നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി മിക്കവാറും റേഡിയസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണും. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അതിൻ്റെ റേഡിയസിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് പറയും, ഓപ്ഷൻസിൽ അത് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ സ്ഥിരം വരുന്ന കുറച്ച് പാറ്റേൺസ് ഉണ്ട്. അതിലൊന്നാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് പറയുന്നത്. എന്താണ്? ഒന്നുമില്ല, ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് O2 നെഗറ്റീവ്, അതുപോലെ തന്നെ F-, പിന്നെ നമ്മുടെ ടെന്നറിലെ നിയോൺ ഉണ്ട്, അത് ഞാൻ എഴുതിയിട്ടില്ല. പക്ഷെ അതല്ലാണ്ട് നമ്മുടെ Na+, പിന്നെ Mg+, Al3+. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് അറിയാം. ഈ സാധനത്തിലൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 10 ഇലക്ട്രോണാണ് ഉള്ളത്. ഓക്കെ, അതായത് ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 8. അതായത് അതിൽ 8 പ്രോട്ടോണാണ് ഉള്ളത്. അത് കൂടെ നമ്മൾ 2 ഇലക്ട്രോൺ കൊടുത്തു, അപ്പോൾ 10. ഇനി അതേപോലെ തന്നെ സെയിം ഞാൻ 10ാമത്തെ നിയോൺ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊന്ന് ഒഴിവാക്കിയിട്ട് മാറ്റി നോക്കുകയാണെങ്കിൽ അലുമിനിയത്തിൻ്റെ പ്രോട്ടോൺസ് 13 എണ്ണം ഉണ്ട്. അതൊന്ന് ഞാൻ 3 ഇലക്ട്രോണിനെ എടുത്തു. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? അതിലുള്ളതും ബാക്കിയുള്ളത് 10 ഇലക്ട്രോണും 13 പ്രോട്ടോണും. ഓക്കെ, ഇതൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, 10 ഇലക്ട്രോണാണ് എല്ലാത്തിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ എന്താ പറയുക, റേഡിയൈ ചോദിക്കുന്നതാണ് മിക്കവാർക്കും ഇവർക്ക് ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻ. അതിൻ്റെ റേഡിയൈ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലോജിക്കലി ഞാൻ പറഞ്ഞുതരാം. ഒന്നിൽ ഇപ്പോൾ നമുക്ക് ഈ അറ്റത്തുനിന്ന് തുടങ്ങാം. ഓക്സിജനിൽ എന്താ പറയുക, നമുക്ക് 8 പ്രോട്ടോണാണുള്ളത്. മറ്റേടത്തേക്ക് പോകുമ്പോഴേക്കും 13 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ 13 പ്രോട്ടോൺ ഞാൻ പോസിറ്റീവ് ചാർജ് കൂടുതലാണ്. എന്നാൽ എല്ലാത്തിലുള്ളത് എത്ര ഇലക്ട്രോണാണ്? 10 എണ്ണം. അപ്പോൾ കൂടുതൽ പ്രോട്ടോൺ ഉള്ളതിന് ഇനി വലിച്ചെടുക്കാൻ കൂടുതൽ ശക്തി ഉണ്ടാവില്ല. അതായത് ഒരു സൈഡിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ വലിക്കാൻ നോക്കൂലേ. വലിക്കുമ്പോൾ എന്താണ്, ആ ഇലക്ട്രോൺ ക്ലൗഡ് അങ്ങ് കുറയും. അപ്പോൾ അതിൻ്റെ റേഡിയസും കുറയും. ഓക്കെ, അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, നമ്മുടെ ഇലക്ട്രോണിൻ്റെ എണ്ണം പ്രോട്ടോണിനെ അപേക്ഷിച്ചിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേഡിയസും കുറയും എന്നുള്ളതാണ്. ആ ഒരു ലോജിക്ക് നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു, ഇതിൻ്റെ റേഡിയസിൻ്റെ ഒരു എന്താ പറയുക ഓർഡറായിട്ട് ഇത് തന്നെ വരും. ഈ ഒരു ഓർഡർ നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മിക്കവാറും ക്വസ്റ്റ്യൻസ് ഇതിന് തന്നെയാണ് വരിക. ഇനി അതല്ലാതെ വരുന്നൊരു ഭാഗം എങ്ങനെയാണെന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് മാതിരി ഇപ്പോൾ കാറ്റയോണും ആനയോണും പിന്നെ സാധാരണ ഒരു പാരൻ്റൽ ആറ്റവും തന്നിട്ട് ഇതിലേതിലാണ് റേഡിയസ് എന്ന് ചോദിക്കുകയാണെങ്കിലും സെയിം ലോജിക്ക് നിങ്ങൾക്ക് ചെയ്യാം. പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെ എണ്ണം നോക്കുക. ഏതിലാണ് ഇലക്ട്രോൺ കൂടുതലുണ്ടാവുക? അഫ്കോഴ്സ് ആനയോണിൽ. ഓക്കെ, ഏതിലാണ് എന്താ പറയുക ഇലക്ട്രോൺ പ്രോട്ടോൺ അപേക്ഷിച്ച് കുറവുണ്ടാവുക? കാറ്റയോണിൽ. അപ്പോൾ കാറ്റയോൺ എന്തായിരിക്കും? ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓർഡറും നമ്മൾ ഈ കാണുന്നതാണ്. ഇനി അതല്ലാതെയുള്ള ജനറൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പൊതുവേ പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്ന് അടിയിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? റേഡിയസ് കൂടും. അതുപോലെ തന്നെ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോഴും എന്തുണ്ടാവും? റേഡിയസ് കുറയും. ഓക്കെ, അത് കൂടുതലല്ല, ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ പൊതുവെ റേഡിയസ് കുറയും, മുകളിൽ നിന്ന് അടിയിലോട്ട് വരുമ്പോൾ റേഡിയസ് കൂടും. അപ്പോൾ അത്രയുള്ള ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആൻഡ് ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസിൻ്റെ ഇപ്പോഴും ചോദിക്കുന്നതാണ്, മറക്കരുത്.